വെച്ചിരിക്കുന്ന സേങ്കാന എടുക്കും. പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുമ്പോൾ എളുപ്പം എല്ലാ ധാന്യം വേവും വെന്ത് കിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം കിച്ചണിലോട്ട് പോവാണ്. അപ്പം കിച്ചണിൽ എന്താന്ന് വെച്ചാല് സാബുന അരി കൊണ്ട് നമ്മളൊരു ഉപ്മാവ് ഉണ്ടാക്കാൻ പോവാ. നിങ്ങൾ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടാവും, പായസം, വട എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സാബുദാന ഉപ്മാവ് ഉണ്ടാക്കുന്നത് ഇന്ന്. അത് പക്ഷെ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ ശരിയായിട്ടില്ലെങ്കിൽ തെറ്റിപ്പോകും, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നമ്മൾ കാണിച്ചു തരാം. ഇവിടെ എല്ലാവരും മഹാരാഷ്ട്രൻ ഡിഷാണ്. ഇവിടെ എല്ലാവരും എന്താ പറയുക, വ്രതത്തിലെല്ലാം കഴിക്കുന്ന സാധനങ്ങളാണ്. അവരുടെ വ്രതത്തിലെല്ലാം നല്ല ടേസ്റ്റി സാധനങ്ങൾ, നമുക്ക് കഞ്ഞി പയറ് അങ്ങനെയുള്ളതാണ്. അപ്പം നമുക്ക് ഇന്ന് ആ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണാം. അപ്പം വീഡിയോ പോകാം. ഇത് സാബുദാനേൻ്റെ പാക്കറ്റാണ്. ഇത് 1/2 കിലോയുടെ പാക്കറ്റാണ്. ഞാൻ 1/2 കിലോ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വേണം. ഇത് ഫുള്ള് വേണ്ട. ഞാൻ ടോട്ടൽ ഒരു 3/4 കിലോ എടുക്കാനാണ് പോകുന്നത്. 4-5 പേരുണ്ട് കഴിക്കാൻ, അതാണ് 3/4 കിലോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 3 മണിക്കൂർ നേരം കുതിർക്കാനിടണം. 2-3 പ്രാവശ്യം നന്നായി കഴുകി 3 മണിക്കൂർ കുതിർത്ത് വെക്കണം. നോക്കിക്കോ, ഞാനിത് ഹാഫ് ഇടാൻ പോകുന്നുണ്ട്. ടോട്ടൽ എത്രയും 3/4 കിലോ എടുത്തു. ഇതിന് നെകക്ക വെള്ളമൊഴിക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ മുങ്ങുന്ന പാകത്തിൽ വെള്ളമൊഴിക്കുക. വെള്ളം ജാസ്തി വേണ്ട, നെകക്ക ഒഴിച്ചാൽ മതി. ഇനി 3 മണിക്കൂർ നേരം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം വെള്ളമെല്ലാം ഇതായിട്ട് വലുതായി സോക്ക് ചെയ്തെടുക്കും. വെള്ളമെല്ലാം അത് സോക്ക് ചെയ്ത് കുറച്ച് വലുതാവും. സാബുദാന കുറച്ചും കൂടെ വലുതാവും. സാബുദാന ഉപ്മാവ് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് കപ്പലണ്ടി വേണം. കപ്പലണ്ടി ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ ഇത് തൊലി കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അതായത് ഫൈൻ പൗഡറൊന്നും ആക്കണ്ട, കുറച്ച് ഇങ്ങനെ ഒന്ന് ഇതാക്കിയാൽ മതി. കുറച്ച് കടിക്കാനും വേണം. കടിക്കാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും പൊടിച്ചു കഴിഞ്ഞാൽ. ഇങ്ങനെ കടിക്കാനുള്ള കഷ്ണങ്ങളും വേണം, പൗഡറും പിന്നെ പൊടിയും വേണം. സാബുദാന വെള്ളമെല്ലാം വറ്റി, നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ദാനയിലും കുറച്ച് വലുതായിട്ടുണ്ട്. കണ്ടോ, നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന സേങ്കാന എടുക്കും. ആവശ്യത്തിന് ഉപ്പ്. ഞാനിതിൽ ഈ സ്പൂണിന് 2 സ്പൂൺ ഉപ്പിട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ആ പൊടിച്ച കപ്പലണ്ടി എല്ലാ ദാനയിലും പിടിക്കണം. ദാനയും കപ്പലണ്ടി എല്ലാം മിക്സായി രണ്ടിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഒരുമിച്ചാവണം. ബസ് ഇതിവിടെയായി. ഇതിങ്ങനെ ഇരിക്കട്ടെ, സെറ്റ് ആവാൻ വെക്കണം. ഇതിന് ഒരു 4-5 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതെല്ലാവരും എരിവിനനുസരിച്ചിട്ട് എടുത്തോ. പിന്നെ ഒരു ചെറുതും ഒരു വലിയും പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളി. ചില ആൾക്കാർ ഉള്ളി ചേർക്കാറില്ല,
ഞാനിപ്പോൾ ഉള്ളി ചേർക്കുന്നുണ്ട്. ഉള്ളി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതൊക്കെ ചെറുങ്ങനെ അരിയാം. ഏത് എണ്ണയാണ് യൂസ് എണ്ണ ചെയ്യുന്നത്? ഒഴിക്കുക. എണ്ണ പറഞ്ഞു കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താൽ മതി. വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട. ഇത് ഒരു നമ്മുടെ നാടൻ ഡിഷൊന്നും അല്ലല്ലോ, അപ്പം പിന്നെ വെളിച്ചെണ്ണ യൂസ് നല്ലതല്ല. എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് ജീരകം, ജീരകം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുളകും ഉള്ളി, പൊട്ടറ്റോ ഇടുക. നമ്മൾ സാബുദാന മിക്സ് ചെയ്ത് വെച്ചതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇത് പൊട്ടറ്റോക്ക് വേണ്ടുന്ന ഉപ്പ് ചേർക്കാം. ഇത് ടോട്ടൽ എല്ലാം കൂടി ആയി തീരാൻ എത്ര സമയം എടുക്കുള്ളൂ? ആയി തീരാൻ ഒരു 10-20 മിനിറ്റ് എടുക്കും. ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് ഡക്കനിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. പെട്ടെന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. പൊട്ടറ്റോ വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമ്മളുടെ താരം കുറച്ച് കുറച്ചായി ഇട്ടിട്ട് എടുക്കണം. പാല് 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് തുറന്ന് ഇളക്കി നോക്കാം. കുറച്ച് പഞ്ചസാര
പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുമ്പോൾ എളുപ്പം എല്ലാ ധാന്യം വേവും വെന്ത് കിട്ടും. ഇതിനൊരു 2 മിനിറ്റും കൂടെ അടച്ചു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. തുറന്നിട്ട് ഒന്ന് നോക്ക്. ഇപ്പോൾ ആ വൈറ്റെല്ലാം ധാനയെല്ലാം പോയി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. എല്ലാ ധാനേൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടുന്ന ഇത് ആയിട്ടുണ്ട് കഴിക്കാൻ. ഓക്കെ, ഇത് ചൂടോടെ കഴിച്ചാൽ നല്ല സ്വാദം ഉണ്ടാവും. കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഉപവാസനെല്ലാം ഉണ്ടാക്കുന്നതാണ് ഇവിടെ മഹാരാഷ്ട്രൻസ്. പക്ഷെ അവരതിൽ ഉള്ളിയൊന്നും ചേർക്കില്ല. അപ്പോൾ സാബുദാന ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ആണ് ഈ സാബുദാന ഉപ്മാവ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പായസം, വട, അതിനെല്ലാം ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.